വന്ദനം മൂഷികനെ ഉള്ളിലെന്നും മാളപ്പണിയുവോനെ. സന്തതം നിൻ തിരുദന്തങ്ങളാൽ എൻ്റെ ഉള്ളം നീ കാർന്നുവല്ലോ. നാളെ പുലരുവോളം നീ മാളത്തിൽ വാസം ചെയ്യേണ്ടതിനാൽ മോദമോടാശപൂർവം നിന്നാമത്തിൽ ഡിങ്കായനം രചിക്കാം. എന്നുളിപ്പല്ലുകളാൽ മലകളെ മുറ്റും തുരന്നിടുവാൻ നിൻ കൃപയൊന്നു മതി ഡിങ്കൻ എന്ന നാമത്തിൽ ആശ്രയിക്കാം. ഇത്ര മഹത്വമുള്ള പെരുച്ചാഴിക്കെത്ര തുതിപ്പു വേണം. ആഴത്തിലാഴത്തിലായി മാളം കൂടി ചർമ്മതമാടുവോനെ. വന്ദനം മൂഷികനെ ഉള്ളിലെന്നും മാളം പണിയുവോനെ. സന്തതം നിൻ തിരുദന്തങ്ങളാൽ എൻ്റെ ഉള്ളം നീ കാർന്നുവല്ലോ. ഡിങ്കഡിങ്ക. നമ്മൾ ഡിങ്കോയിസ്റ്റുകൾ പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് ഡിങ്കഡിങ്ക. ഇത് ചലനാത്മകതയെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. നമ്മൾ പല മതങ്ങളും കൈ അനക്കാതെ പിടിച്ചിട്ടും മറ്റും പരസ്പരം കാണുമ്പോൾ അഭിസംബോധനകൾ നടത്തുന്നു. പക്ഷേ ഇവിടെ ചലനാത്മകതയാണ്. പലപ്പോഴും ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇലക്ട്രോണിൻ്റെ ഒരു സ്ഥാനം കണ്ടുപിടിക്കാൻ ആവില്ല, അതൊരു ലേസർ ഗൺ വെച്ച് വെടിവെച്ച ഒരു പെട്ടിക്കകത്തിരിക്കുന്ന പൂച്ച ചത്തു ജീവിച്ച് ഇരിക്കുന്നൊരു പൂച്ചയെ പറ്റി പറയുന്നൊരു കഥയുണ്ട്. ഹൈസൻബർഗിൻ്റെ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ഡിങ്കനെ കാണുന്നത്. കാരണം തരംഗരൂപിയായ ഡിങ്കൻ്റെ സ്ഥാനവും കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റില്ല എന്നാണ് ഡിങ്കോയിസ്റ്റുകൾ പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ചലനാത്മകതയെയും ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അൺസർട്ടനിറ്റിയും സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഡിങ്ക ഡിങ്ക എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ അഭിസംബോധന രീതി. അപ്പോൾ എല്ലാവർക്കും ഡിങ്ക ഡിങ്ക.